29 സങ്കീർത്തനം. യഹോവയ്ക്ക് അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊടുപ്പീൻ, വിശുദ്ധ അലങ്കാരം ധരിച്ച് യഹോവയെ സ്തുതിപ്പീൻ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് മഹത്വത്തിന് യോഗ്യനായ ദൈവമാണ്. അവൻ മഹത്വത്താൽ നിറയപ്പെട്ടവനാണ്. ആ ദൈവത്തിന് മഹത്വം കൊടുക്കുവാനാണ് കർത്താവ് നമ്മളെ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു, യഹോവയ്ക്ക് അവൻ്റെ നാമത്തിൻ്റെ തക്ക മഹത്വമാണ് കൊടുക്കുന്നത്. അതായത് അവൻ കർത്താവ് ആരാണെന്ന് മനസ്സിലാക്കി വേണം നമ്മൾ ദൈവത്തെ സേവിപ്പാൻ. പലപ്പോഴും നമ്മൾ ദൈവത്തെ സേവിക്കുന്നത് ദൈവം ആരാണെന്ന് മനസ്സിലാക്കാതെ. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു, കർത്താവിനെ ആരെന്ന് കണ്ട് ആ ദൈവത്തിൻ്റെ മഹത്വം എന്താണ്, കർത്താവിൻ്റെ ശക്തി എന്താണ്, കർത്താവിൻ്റെ ബലം എന്താണ്, ആ കർത്താവിനെ തിരിച്ചറിഞ്ഞ് കർത്താവിനെ സേവിക്കണം, കർത്താവിന് തക്ക മഹത്വം കൊടുക്കണം, കർത്താവിന് സ്തോത്രയാഗം അർപ്പിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു പ്രധാനമന്ത്രിയെ കാണുമ്പോൾ പ്രധാനമന്ത്രിക്ക് കാണുന്നതിന് പ്രോട്ടോക്കോളുണ്ട്, അല്ലെങ്കിൽ രാജാവിനെ കാണുമ്പോൾ രാജാവിനെ കാണുന്നതിൻ്റെ പ്രോട്ടോക്കോളുണ്ട്. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ പ്രോട്ടോക്കോളുകളുണ്ട്. പക്ഷേ സർവശക്തനായ ദൈവം നമ്മുടെ പിതാവാണ് എങ്കിൽ പോലും ദൈവമാണെന്നുള്ള ഒരു ബോധ്യം നമ്മുടെ പ്രാർത്ഥനയിലും നമ്മുടെ ആരാധനയിലും ഒക്കെ നമുക്കുണ്ടാകണം. പലരും ഇത് ലാഘവത്തോടു കൂടിയാണ് എടുക്കുന്നത്. പലരും ഉദാസീനമായിട്ടാണ് ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. പ്രാർത്ഥിക്കാനിരിക്കുന്നത് ഉദാസീനമായി, പാട്ടുപാടാനിരിക്കുന്നത് ഉദാസീനമായി, ആരാധനയിൽ പങ്കെടുക്കുന്നത് അശ്രദ്ധരായി, മറ്റു പലതും ചിന്തിച്ചുകൊണ്ട് കൈ ഉയർത്താൻ പറയുമ്പോൾ വെറുതെ ഒന്ന് കൈ ഉയർത്തും, സ്തോത്രം പറയാൻ പറയുമ്പോൾ വെറുതെ ഒന്ന് സ്തോത്രം പറയും. പക്ഷെ മനസ്സ് വേറെ എവിടെയോ, ചിന്ത വേറെ എവിടെയോ. അങ്ങനെ ആകരുത്. അങ്ങനെ ആകുമ്പോൾ അത് അനുഗ്രഹത്തിന് കാരണമാകത്തില്ല. മറിച്ച് ആ ദൈവം യഹോവ ജൈറ, അവൻ എൻ്റെ പ്രൊവൈഡറാണ്, എൻ്റെ ഹീലറാണ്, എന്നെ സൗഖ്യമാക്കുന്നവനാണ്, എന്നെ കരുതുന്നവനാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി ആ കർത്താവിന് തക്ക മഹത്വം കൊടുക്കുമ്പോൾ ആണ് ദൈവിക മഹത്വം നമ്മുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പലപ്പോഴും പലതും നമ്മൾ അങ്ങ് അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കും. നമ്മുടെ ഒരു സ്വഭാവമാണല്ലോ, നമുക്ക് അതങ്ങ് നമ്മൾ ഫ്രീ ആയിട്ട് അങ്ങ് കൈകാര്യം ചെയ്യും. അങ്ങനെ ആകരുത്. ഈ ദിവസങ്ങളിൽ യേശുവിനെ നമ്മൾ ആരാധിക്കുമ്പോൾ, സ്വർഗീയ പിതാവിന് മഹത്വം കൊടുക്കുമ്പോൾ, ആ ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിൻ്റെ മഹത്വത്തിന് തക്കവണ്ണം, ആ ദൈവത്തിൻ്റെ ശക്തിക്ക് തക്കവണ്ണം അവൻ്റെ സിംഹാസനത്തെ കാണണം. അവൻ സൃഷ്ടികർത്താവാണ്. അവൻ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവമാണ്. അവൻ്റെ വാക്കിനാലാണ് ഈ കാണുന്നത് സകലതും സൃഷ്ടിക്കപ്പെട്ടത്. ആ ദൈവത്തിന് അതിന് തക്ക മഹത്വമാണ് ഒരു ദൈവവൈതൽ കൊടുക്കേണ്ടത്. ഹല്ലേലൂയ. നമ്മുടെ വാക്കുകൾ നമ്മൾ പറയുമ്പോൾ, കർത്താവേ അങ്ങ് വലിയവനാന്ന് പറയുമ്പോൾ, നമ്മുടെ മനസ്സിൽ നമ്മൾ അവനെ വലിയവനായി കണ്ടുകൊണ്ട് വേണം പറയാൻ. നമ്മൾ മറ്റു പലതും ചിന്തിച്ചുകൊണ്ടാണ് വലിയവനാന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം, ഞാൻ ആരെയാ സേവിക്കുന്നത്, ഞാൻ ആ കർത്താവിന് മഹത്വം കൊടുക്കുമ്പോൾ, ഞാൻ ആ കർത്താവിനെ ആരാധിക്കുമ്പോൾ, എൻ്റെ ജീവിതവും ആ കർത്താവിന് മഹത്വം കൊടുക്കുന്ന യോഗ്യമായ ജീവിതമായിരിക്കണം. നമ്മുടെ വിശ്വാസം, നമ്മൾ ഒരിക്കലും അവിശ്വാസികളാകല്ലേ. കാരണം ഈ സർവശക്തനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്, സേവിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിശ്വാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഓരോ പ്രവൃത്തികളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ദൈവമക്കളോട് പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കാനുള്ളത് ഇത്രയുമേ ഉള്ളൂ. അവൻ ആരാണെന്ന് മനസ്സിലാക്കി, കുടുംബ പ്രാർത്ഥനയിലാണെങ്കിലും സഭായോഗത്തിൽ പങ്കെടുക്കുമ്പോഴാണെങ്കിലും ഈ ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞ് വേണം ദൈവത്തെ സേവിപ്പാൻ. കേട്ടോ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഉദാസീനരായി അലസതയോടെ ദൈവത്തെ സേവിക്കരുത്. ഉന്മേഷത്തോടെ, ഉല്ലാസത്തോടെ ഈ കർത്താവ് ആരാണെന്ന് തിരിച്ചറിഞ്ഞ് സേവിച്ചാൽ അതിന് തക്ക പ്രതിഫലം കർത്താവ് നമുക്ക് തരും. പ്രാർത്ഥിക്കുമ്പോൾ ആ കർത്താവിൻ്റെ മുഖം കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. ആരാധിക്കുമ്പോൾ കർത്താവിൻ്റെ മുഖം കണ്ടുകൊണ്ട് ആരാധിക്കണം. അവരെ ഇവരെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിച്ച് പാട്ട് പാടുന്നുണ്ട്, ഹല്ലേലൂയ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സും ചിന്തയും എല്ലാം മറ്റു പലയിടത്താണെങ്കിൽ ആരാധന ശരിയാകത്തില്ല. കേട്ടോ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഏകാഗ്രതയോടെ കർത്താവ് ആരാണെന്ന് മനസ്സിലാക്കി കർത്താവിനെ ആരാധിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.